വാസ്യേന വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂതനിവാസോസി വാസുദേവ നമോസ്തുതേ. ഭഗവാൻ നാരായണന്റെ അല്ലെങ്കിൽ ശ്രീ വാസുദേവന്റെ വാസനയാൽ പ്രതിഭയാൽ 3 ലോകങ്ങളും നിറയപ്പെട്ടിരിക്കുന്നു. അല്ലയോ വാസുദേവ, അങ്ങ് സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും വസിക്കുന്നു. അങ്ങേ കൈക്കൊണ്ടു കോടി നമസ്കാരം. ശ്രീ മഹാഭാരതത്തിലെ 13ാമത്തെ പർവമായ അനുശാസന പർവത്തിൽ 149ാമത്തെ അധ്യായത്തിലാണ് വിഷ്ണു സഹസ്രനാമം ഉൾക്കൊള്ളുന്നത്. 18 ദിവസം നടന്ന മഹാഭാരത യുദ്ധത്തിനിടയിൽ 10ാമത്തെ ദിവസമായിരുന്നു ഭീഷ്മ പിതാമഹൻ അർജുന ബാണങ്ങളേറ്റ് പതിച്ചത്. ദേഹത്തിൽ തെറിച്ച ശരങ്ങൾ കാരണം നിലം തൊടാതെ ശരശയ്യയിൽ വീണതും. അത് ദക്ഷിണായന കാലത്തിലായിരുന്നതിനാൽ സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹം ഉത്തരായണം വരുന്നതുവരെ ആ ശരശയ്യയിൽ കാത്തുകിടന്ന്. പിന്നീട് നടന്ന 8 ദിവസത്തെ യുദ്ധം കൊണ്ട് കൗരവ സൈന്യം നാമാവിശേഷമായി. ദുര്യോധനൻ ഭീമന്റെ ഗദാപ്രഹരമേറ്റ് തുടയെല്ലു പൊട്ടി യുദ്ധഭൂമിയിൽ കിടന്നുരുണ്ടു. ആ രാത്രിയിൽ തന്നെ ദ്രോണപുത്രനായ അശുദ്ധാത്മാവ് പാണ്ഡവരുടെ ശിബിരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടന്ന പാഞ്ചാലി പുത്രന്മാരെ എല്ലാം വധിച്ചു. എന്നിട്ടും അരിശം അടങ്ങാതെ അദ്ദേഹം പാണ്ഡവരെ വധിക്കാനായി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ തന്നെ പ്രയോഗിക്കുകയും പരാജിതനായ അശുദ്ധാത്മാവിനെ ബന്ധനസ്ഥനാക്കി പാഞ്ചാലിയുടെ സമീപത്ത് എത്തിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ വിട്ടയക്കുവാൻ പാഞ്ചാലി പറഞ്ഞു. അർജുനനാകട്ടെ അദ്ദേഹത്തിന്റെ ശിരോരത്നം ചൂഴ്ന്നെടുത്ത് അദ്ദേഹത്തെ വിട്ടയച്ചു. പക തീരാതെ അശുദ്ധാത്മാവ് ഉത്തരയുടെ ഗർഭം നശിപ്പിക്കുവാനായി അസ്ത്രം പ്രയോഗിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചക്രായുധനായി ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവായ പരീക്ഷത്തിനെ രക്ഷിച്ചു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച് എല്ലാം പഞ്ചപാണ്ഡവർക്ക് തിരിച്ചു കിട്ടി. എന്നിട്ടും യുധിഷ്ഠിരനോ അർജുനനോ ആർക്കും തന്നെ ഒരു സന്തോഷവുമുണ്ടായില്ല. പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ സമേതം ശരശയ്യയിൽ കിടന്ന ഭീഷ്മ പിതാമഹനെ കാണുവാൻ പോയി. അദ്ദേഹത്തെ വന്ദിച്ച ശേഷം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കിമേകം ദൈവതം ലോകേ കിംവാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുയുർമാനവാശുഭം. ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളത് ആരാണ്? ഈ ലോകത്ത് ഏകമായ പാരായണം ഏതാണ്? ഏത് ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത്? ഖോ ധർമ്മ സർവധർമാണാം ഭവത പരമോമദഃ കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. സർവധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മത്തെയാണ് അങ്ങ് ശ്രേഷ്ഠമായി കാണുന്നത്? ഏതൊന്നിനെ ജപിച്ചാലാണ് ജനനധർമ്മത്തോടുകൂടിയ ജീവൻ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത്? അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുകയാണ്, ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷസ്തതോസ്ഥിതഃ. ലോകത്തിന്റെ പ്രഭുവും ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ പോലും ദേവനും അന്തമില്ലാത്തവനുമായ പുരുഷോത്തമനെ, അതായത് ഭഗവാൻ നാരായണനെ, ആദിവിരാട് പുരുഷനായ മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നതിൽ എല്ലായ്പ്പോഴും ഉദ്ധക്തനായ പുരുഷൻ, അതായത് മനുഷ്യർ ദുഃഖ വിമുക്തനായി ശുഭത്തെ പ്രാപിക്കും. വീണ്ടും പറയുകയാണ്, ത്വമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യഞ്ച യജമാനസ്തമേവ ച. ആ പുരുഷോത്തമനെ തന്നെ നിത്യം പൂജിക്കുകയും നാശമില്ലാത്ത അദ്ദേഹത്തെ തന്നെ ഭക്തിപുരസരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും ചെയ്യുന്ന പുരുഷൻ അല്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ ദുഃഖവിമുക്തനായിത്തീരും. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. ജനനം സ്ഥിതി വർധനം മാറ്റം ക്ഷയം നാശം എന്നീ 6 നിലകളില്ലാത്തവനും ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും അധീശനും ലോകാധ്യക്ഷനുമായ ആ ദേവനെ സദാ സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അധീനനായി ഭവിക്കും. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം.
ബ്രഹ്മാവിനും ബ്രാഹ്മണനും തപസ്സിനും വേദങ്ങൾക്കും ഹിതത്തെ ചെയ്യുന്നവനും എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും എല്ലാ ജീവജാലങ്ങളുടെയും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനും ലോകത്തിന്റെ നാഥനും മഹത്തായ ബ്രഹ്മം തന്നെയായിരിക്കുന്നവനും സർവചരാചരങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്നവനുമായ ആ മഹാവിഷ്ണുവിനെ, ആ ദേവനെ സദാ സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അധീതനായി ഭവിക്കും. യേശമേ സർവധർമാണാം ധർമ്മോധികതമോ മദഃ യദ്ഭക്ത്യാ പുണ്ഡരീകക്ഷം സ്തവൈരർച്ചേ നരഃ സദാ. ഒരു മനുഷ്യൻ കമലനയനജനായ ശ്രീ വാസുദേവനെ എല്ലായ്പ്പോഴും അർച്ചിക്കണം എന്നത് യാതൊന്നോ അതാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ ധർമ്മം എന്നതാണ് എന്റെ അഭിപ്രായം എന്ന് ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്. ഹരേ കൃഷ്ണ.